കൂട്ടരാണെങ്കിലും അങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ രീതിയോട് കൂടിയുള്ളവർ എപ്പോഴും ഇവർ സംസാരിക്കുമ്പോഴാണെങ്കിലും ഇവർ വളരെ വിധേയഭാവത്തോടു കൂടിയുള്ള ഇവരുടെ പ്രവർത്തികളും ഇവരുടെ പറച്ചിലുകളൊക്കെ കാണുമ്പോൾ അല്പം വിരോധാഭാസം തോന്നാം. ഇവർ കൃത്യമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർമ്മ മേഖലയിൽ അവർ മാക്സിമം പ്രവർത്തിക്കാനായിട്ട് അവർ നോക്കും. അത് വളരെ യോഗ്യതയുള്ള പ്രവർത്തികളിലാണെങ്കിലും അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങളിൽ പൊതു കാര്യങ്ങളിലും യോഗ്യതയോടുകൂടി പ്രവർത്തിക്കേണ്ട ചില മേഖലകളിലുമൊക്കെ ഇവർ വളരെ നല്ല ഹൃദയവിശാലത കാണിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ നിസാര കാര്യങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തം അനുചരന്മാരുടെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിലോ അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളിൽ പോലും ഒക്കെ ഇവർ ഈ പറയുന്ന ഹൃദയവിശാലത ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് പലപ്പോഴും ഇവരോട് ചേർന്ന് നിൽക്കുന്നവർ ഇവരെ ഹൃദയശൂന്യന്മാരാണെന്നോ അല്ലെങ്കിൽ ലുബ്ധനാണെന്നോ എന്നൊക്കെയുള്ള തരത്തിലുള്ള അപവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഇവർ കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ മുൻപിൻ നോക്കാതെ ഇക്കൂട്ടർ പ്രത്യുത്തരങ്ങൾ എന്തിനും നൽകും എന്നുള്ളതാണ്. അവിടെയൊക്കെ അല്പം കുബുദ്ധിയോടുകൂടിയായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിൽ നിന്നും കാര്യമായ നേട്ടങ്ങൾ ചിലപ്പോൾ ഇവർക്ക് വന്നു ചേരണമെന്നില്ല. എങ്കിലും വളരെ അഭിമാനത്തോടു കൂടിയ തനിക്ക് അഭിമാനത്തോടു കൂടിയ തരത്തിലുള്ള ഒരു സ്വഭാവ വിശേഷമോ പ്രവൃത്തി ഗുണങ്ങളോ ഒക്കെ ഉള്ള പിതാവായിരിക്കും ഇക്കൂട്ടർക്കുള്ളത്. ഇവർ പൊതുവെ മാതൃഭക്തരാണ്. മാതൃസൗഭാഗ്യങ്ങളെ അനുഭവിക്കുവാനും മാതാവിൻ്റെ രീതികളെ പിന്തുടർന്ന് പോകുവാനും താല്പര്യം കാണിക്കുന്ന കൂട്ടരാണ്. മറ്റൊരു കാര്യം ഇവരെപ്പറ്റി പറയേണ്ടത്, ഇവർ ജനിച്ചിരിക്കുന്ന വീട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ ഇവരുടെ വീട് ഇവരെ വിട്ടുപോവുകയോ ചെയ്യുന്നത് സാധാരണയാണ്. അതായത് പരമ്പരയായി ജീവിച്ചു പോന്നിരുന്ന ചുറ്റുപാടുകളും കൂടാതെ ആ കുടുംബവുമൊക്കെ വിട്ട് മാറി മറ്റ് അന്യ കുടുംബത്തെയോ ചുറ്റുപാടുമൊക്കെ സ്വന്തമായി കെട്ടിപ്പടുത്തുയർത്തുന്ന ഒരു രീതിയാണ് ഇവരിൽ കാണുന്നത്. മറ്റൊരു സവിശേഷത ഇവരെപ്പറ്റി പറയേണ്ടതുണ്ട്. വളരെ അപ്രതീക്ഷിതമായ ചില ചിന്തകൾ ഇവരുടെ മനസ്സിലേക്ക് വരുന്നത് അത് ഫലവത്തായി വരുമെന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഭാവി ചിന്തകളെ കുറിച്ച് ഒക്കെ ചില അനുഭവങ്ങൾ